നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ ലൂപ്സ് ആണ്. എന്താണ് ലൂപ്സ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു പേര് ഒരു 5 പ്രാവശ്യം നിങ്ങളെ പേര് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് 5 പ്രാവശ്യം പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രിൻ്റ് ചെയ്യും. അതൊരു 1000 ടൈംസ് ആണെങ്കിലോ അല്ലെങ്കിൽ മോർ ദാൻ 1000 ടൈംസ് ഇത്രയും തവണ നിങ്ങൾ ആ പേര് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ ലൂപ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ലൂപ്സ്? നിങ്ങളൊരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു കോഡ് ഒരു റിപ്പീറ്റഡ്ലി എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നവരെ റിപ്പീറ്റഡ്ലി ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ലൂപ്പായി മാറുന്നത്. ഓക്കെ, ലൂപ്സ് 2 തരം ലൂപ്സാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫോർ ലൂപ്പ്, മറ്റൊന്ന് വൈൽ ലൂപ്പ്. ഓക്കെ, ഫോർ ലൂപ്പ് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കയ്യിലുണ്ട്, നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡിക്ഷണറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്, എന്തെങ്കിലും ഒരു വേരിയബിൾ, എന്തെങ്കിലും കുറച്ച് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ, ഡിക്ഷണറി, ടപ്പിൾ, ലിസ്റ്റ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കും. ഓരോന്നായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് കോഡിങ്ങിലേക്ക് പോവാം. ഇതൊന്ന് പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് loops.py. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഒരു ഫയലിനായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫോർ ലൂപ്പ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ മൊബൈൽസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ച് പേരുകൾ ഐഫോൺ, ഒപ്പോ, സാംസങ്, നോക്കിയ, ഇത് മതി. കുറച്ച് 4 നെയിം ഞാൻ ആഡ് ചെയ്തു. ഇത് ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഓക്കെ, ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കും. ഓക്കെ, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഫോർ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിച്ചു. ഫോർ ഐ ഇൻ മൊബൈൽസ്. ഈ ഐ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിൻ്റ് ഐ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാം ഐഫോൺ, ഓപ്പോ, സാംസങ്, നോക്കിയ എന്ന് പറഞ്ഞ ഓരോന്നായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ എന്താണെന്ന് നോക്കാം. ഇതിൽ കണ്ടല്ലേ, ഫോർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം നമ്മളെ ഫോർ ലൂപ്പ് തുടങ്ങുക. ഫോർ ഐ ഇൻ മൊബൈൽസ്. ആ മൊബൈൽസിൽ നിന്ന്, അതായത് മൊബൈൽസിൽ ഇത്രയും ഡാറ്റ ഉണ്ടല്ലോ, ഈ ഓരോ ഡാറ്റയും ഐയിലേക്ക് എടുത്ത് വെക്കുക, ഐ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം എന്താ, ഐഫോൺ എടുത്ത് വെക്കും, ഐയിലേക്ക് വെക്കും, ഐ പ്രിൻ്റ് ചെയ്യും. പിന്നെ ഓപ്പോ എടുത്ത് വെക്കും, ഐ പ്രിൻ്റ് ചെയ്യും. പിന്നെ സാംസങ് എടുത്ത് വെക്കും, ഐ പ്രിൻ്റ് ചെയ്യും, നോക്കിയ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എന്താ, ഐട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിളാണ് ഐ. കോമൺലി ഐ എന്നാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ ഇടാം. ഇവിടെ ഇപ്പോൾ എയോ ബിയോ അല്ലെങ്കിൽ ടെസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു വേരിയബിളാണ്. അതൊരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഐ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഓൺ പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇതാണ് ഫോർ ലൂപ്പ്. നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് വേറൊരു ടാസ്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇത് കമൻറ്റ് ചെയ്യാണ്. ഞാനൊരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അല്ലേ വേണ്ട, ഒരു നമ്പേഴ്സ് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാം. 10, 20, 3 ഒരു കുറേ റാൻഡം നമ്പേഴ്സ് കൊടുക്കണം. ഓക്കെ, 125 കുറച്ച് റാൻഡം നമ്പേഴ്സ് ഞാൻ കൊടുത്തു. എനിക്ക് ഇത് ഓരോന്നും ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് എടുക്കണം. ഓരോന്നായിട്ട് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ട കേസിലാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. ഐട്രേറ്റ് എന്ന് പറയുന്നത് എന്താ, ഓരോന്നായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കും. ഫോർ ഐ ഇൻ റേഞ്ച്. ഓക്കെ, ഐക്ക് പകരം എന്ത് ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, റേഞ്ച് അല്ല, ഐ ഇൻ നമ്പേഴ്സ്. റേഞ്ച് എന്താണെന്ന് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ, ആ നമ്പേഴ്സ് എന്നാണല്ലോ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്നത്. ഫോർ ഐ ഇൻ നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ടൊരു കോളം കൊടുക്കുക. ഓക്കെ, ഇത് മറക്കരുത് കേട്ടോ, നിങ്ങളൊരു കോളം കൊടുക്കണം ഇവിടെ. ഓക്കെ, കോളം കൊടുത്ത ശേഷമാണ് അത് വർക്കൗട്ട് ആവുക. അപ്പോൾ കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് ഉള്ളിലേക്ക് വരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണെന്നാണ് അർത്ഥം. കേട്ടല്ലേ,
ഫോർ ഐ നമ്പേഴ്സ് അടിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് സ്പേസ് നിങ്ങൾ പുറത്താണെങ്കിലോ ഫോർ ലൂപ്പിന് പുറത്താണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് വരണ്ട് നോക്കാം. ഓക്കെ, പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് പുറത്താണെങ്കിലോ ഫോർ ലൂപ്പിന് പുറത്താണെങ്കിലോ എററാണ്, കണ്ടില്ലേ, ഫോർ ലൂപ്പിൻ്റെ പുറത്താണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമുക്ക് ഐ അവിടെ പ്രിൻ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? അത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ ഒരു കണ്ടീഷനാണല്ലോ ചെക്ക് ചെയ്യുന്നത്. ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പർ ആണ്, അല്ലെങ്കിൽ അല്ല. നമ്മൾ ആൾറെഡി ഇഫ് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഇഫ് കണ്ടീഷനും എൽസ് കണ്ടീഷനൊക്കെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കേസിൽ ഇഫ് ഇനി ഐയിൽ ഓരോന്നായിട്ട് വരുന്നുണ്ടല്ലോ, 10 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുമ്പോൾ പിന്നെ പുതിയൊരു ഓപ്പറേറ്ററാണ് ഇത്, കണ്ടില്ലേ, മോഡുലസ് ഓപ്പറേറ്റർ. ഐ മോഡുലസ് 2 = 0 ആണെങ്കിൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഐ ഡിവിസിബിൾ ബൈ 2 ശിഷ്ടം 0 ആണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ശിഷ്ടം 0 ആണെങ്കിൽ എന്താണ് പ്രിൻ്റ് ആ ഐ എന്ന് പറയുന്നത് എന്താണ് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിൻ്റെ ശിഷ്ടമാണല്ലോ 0 എന്ന് പറയുന്നത്. ഓക്കെ, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഈവൻ നമ്പറാണ്. ഓക്കെ, എൽസോ അല്ലാത്ത കേസിൽ നമ്മൾ എൽസ് ഉപയോഗിക്കും. എൽസ് പ്രിൻ്റ് ഓഡ്, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഓഡ് നമ്പർ നമ്മൾ ഓക്കെ, അല്ലെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. 10 ഈവൻ നമ്പറാണ്, 20 ഈവൻ നമ്പറാണ്, 3 ഓഡ് നമ്പറാണ്, 40 ഈവൻ നമ്പറാണ്, 50 ഈവൻ നമ്പർ, കണ്ടില്ലേ, ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫോർ ലൂപ്പ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ബേസിക് എക്സാമ്പിൾ പഠിച്ചു. ഇനി അടുത്തത് ഫോർ ലൂപ്പിൻ്റെ വേറൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ആൾറെഡി ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഒരു ലിസ്റ്റോ ഒരു നെയിമോ എന്തെങ്കിലും കിട്ടിയാലല്ലേ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലോ? നമുക്ക് ഒരു 10 തവണ ഒരു പേര് പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1000 ടൈംസ് ഒരു പേര് പ്രിൻ്റ് ചെയ്യണം, അല്ല എന്തെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യണം ഇത്ര സമയം വരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ ഫോർ ലൂപ്പിലെ വേറൊരു കൺസെപ്റ്റ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്നുള്ള കൺസെപ്റ്റിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർ ഐ ഇൻ റേഞ്ച് സെയിം. അപ്പോൾ അവിടെ റേഞ്ച് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, ഇത് ഇൻബിൾഡായിട്ട് വരുന്നതാണ്. ഓക്കെ, റേഞ്ചിൻ്റെ സ്ഥാനത്ത് ഒരു 10 കൊടുത്തു ഞാൻ. എന്നിട്ട് നമ്മൾ പഠിച്ച പോലെ തന്നെ കോളം കൊടുക്കുക. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോർ ലൂപ്പിൻ്റെ പുറത്താവരുത്. ഓക്കെ, ഉള്ളിലായിരിക്കണം. പ്രിൻ്റ് ഐ കൊടുക്കാം. ഐ കൊടുത്തു. അപ്പോൾ എന്താ കണ്ടില്ലേ, 0 മുതൽ 9 വരെ പ്രിൻ്റായി. 10 കൊടുക്കുമ്പോൾ 0 മുതൽ 9 വരെ പ്രിൻ്റ് ആവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 10 കൊടുക്കുമ്പോൾ എന്താണ് 9 വരെ പ്രിൻ്റ് ആവും. അപ്പോൾ 10 വരെ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ ഓഫ് കോഴ്സ് നമ്മൾ ഒരു 11 കൊടുക്കണം. അപ്പോൾ ഐ ഇൻ റേഞ്ച് 100 കൊടുക്കുകയാണെങ്കിലോ 99 വരെ പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്ക് റാൻഡം നമ്പേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കേണ്ട കേസിലാണ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഞാൻ 100, ഇനി വേറൊരു കേസുണ്ട്, 50,100 കൊടുക്കുകയാണെങ്കിലോ ഔട്ട്പുട്ട് കണ്ടോ, 50 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അവിടെയാണ് റേഞ്ച്. ഓക്കെ, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് 0 മുതൽ ഒരു 100 വരെയുള്ള നമ്പറിൻ്റെ ഓഡ് നമ്പർ എന്താണ്, ഈവൻ നമ്പർ എന്താണെന്ന് അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ, നമ്മൾ ആൾറെഡി ചെയ്ത മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിം കോഡ്, അതായത് നമ്മൾ മുകളിൽ ചെയ്ത അതേ കോഡ് എന്താണ്, ഇഫ് ഐ ഡിവിസിബിൾ ബൈ 2 = 0 ആണെങ്കിൽ എന്താണ് ഓഡ് നമ്പറാണ്, ഈവൻ നമ്പറാണ്, അല്ലെങ്കിൽ ഓഡ് നമ്പറാണ്. ഇങ്ങനെ ഈസി ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റേഞ്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ടൈംസ് നിങ്ങൾക്ക് ഒരു പേര് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്താ, റോട്ടക് ആണല്ലേ, പ്രിൻ്റ് റോട്ടക് കൊടുത്താൽ മതി. അപ്പം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നവരെ റിപ്പീറ്റഡ്ലി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. 100 ആവുന്നവരെ കണ്ടില്ലേ, റോട്ടക് 100 ടൈംസ് പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വലിയൊരു കോഡ് എഴുതിയാലും അത് 100 ടൈംസ് പ്രിൻ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ അങ്ങനെ ലൂപ്സൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് റിപ്പീറ്റഡ്ലി ഒരു വലിയൊരു കോഡ് 5 ടൈം നമുക്ക് എഴുതേണ്ടി വരികയാണെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പിൽ വെച്ചാൽ മതിയല്ലോ. ഓക്കെ, അതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നവരെ അത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതൊരു വൈൽ ലൂപ്പായി മാറുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വൈൽ ലൂപ്പ്, ഞാൻ ആദ്യം ഒരു കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൗണ്ട് 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഞാനിങ്ങനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽ അല്ലേ, ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈൽ ആ കൗണ്ട് ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നവരെ എനിക്ക് പ്രിൻ്റ് ഹലോ ഐ ആം റോടെക് എന്ന് പ്രിൻ്റ് ആവണം. ഓക്കെ, ആ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നവരെ റോടെക് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇനി റൺ ചെയ്യുമ്പം നോക്കാം അത് എൻഡ്ലെസ് ലൂപ്പായിട്ട് പോയി കൊണ്ടിരിക്കുക. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കൗണ്ട് കൂട്ടണം. അപ്പോൾ കൗണ്ട് ആൾറെഡി 0 ആണല്ലോ, അപ്പോൾ 0 ആൾവേസ് 5-നെക്കാട്ടും ചെറുതാണല്ലോ, അതുകൊണ്ടാണ് ആ കൗണ്ട് കൂടിയും കൊണ്ട് പോകുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവാണ്. കൗണ്ട് അസൈൻ കൗണ്ട് +1 കൊടുത്തു അല്ലേ, കൗണ്ട് ഓരോന്നായിട്ട് കൂടണം. അപ്പോൾ കൗണ്ട് ഇങ്ങനെ ചേഞ്ച് ആവും. ഞാൻ ഔട്ട്പുട്ട് കാണിച്ചു തരാം അല്ലേ. കറക്റ്റ് ഒരു 5 ടൈംസ് ഹലോ ഐ ആം റോടെക് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കൗണ്ട് 0 ആക്കി സെറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, കൗണ്ട് 0 ആക്കി സെറ്റ് ചെയ്തു. വൈൽ വൈൽ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ 5 അതിൽ കുറവോ ആവുന്നവരെ ഈ കോഡ് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് കൗണ്ട് 0 ആണല്ലോ, 0 5-നെക്കാട്ടും ചെറുതാണല്ലോ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ഹലോ ഐ ആം റോടെക് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആവും. പിന്നെ രണ്ടാമത്തെ എന്താ എഴുതി, രണ്ടാമത്തേൽ എന്താ കൗണ്ട് അസൈൻ കൗണ്ട് +1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൗണ്ട് അസൈൻ കൗണ്ട് +1 എന്ന് പറയുമ്പോൾ ആ കൗണ്ട് ഓരോന്നായിട്ട് കൂടും. ഓക്കെ, ആ കൗണ്ടിനെ ഒന്ന് കൂട്ടിയിട്ട് ആ കൗണ്ടിലേക്ക് തന്നെ എടുത്ത് വെച്ചേക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും, കൗണ്ട് 0 ഉള്ളത് 1 ആയി മാറും. എന്നിട്ട് ആ 1ഉം 5-നെക്കാട്ടും ചെറുതാണല്ലോ, അതേപോലെ സെയിം പിന്നെയും വർക്ക് ചെയ്യും. പിന്നെയും ഹലോ ഐ ആം റോടെക് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. പിന്നെ അടിയിൽ വരുമ്പോൾ എന്താ, ആ കൗണ്ട് ഒന്നും കൂടി കൂടും. അപ്പോൾ 1 ഉള്ള എന്തായി, 2 ആയി. പിന്നെ അതേപോലെ 2 5-നെക്കാട്ടും ചെറുതാണല്ലോ, അപ്പോൾ ആ കോഡ് വർക്കാവും. പിന്നെ ഒന്ന് കൂടും, പിന്നെ 3 ആവും. 3 5-നെക്കാട്ടും ചെറുതാണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, പിന്നെയും വർക്ക് ചെയ്യും. അങ്ങനെ 4 5 വരെ വർക്കായി. ഓക്കെ, 5 5 അതിൽ 5-നെക്കാട്ടും ചെറുതോ ആണ് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 5 അതിൽ ചെറുതോ ആണ്. അപ്പോൾ പിന്നെയും വർക്ക് ചെയ്ത് റോടെക്കാരനെ പിന്നെയും വർക്ക് ചെയ്ത്. പിന്നെ ഒന്നും കൂടി. അപ്പോൾ 5 ഉള്ള 6 ആയി. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരികയാണ്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, കൗണ്ട് 6 ആണല്ലോ, 6 എന്താണ് 5 അതോ 5-നെക്കാട്ടും ചെറുതോ ആണോ, അല്ല 5-നെക്കാട്ടും വലുതാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, ആ ലൂപ്പ് അവിടെ ബ്രേക്കായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വൈൽ ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നവരെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഫോർ ലൂപ്പോ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ലൂപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.